ഹായ് ഹലോ ഗൈസ്, നമ്മുടെ വേദൂട്ടി രാവിലെ ഉറക്കമുണർന്ന് കോട്ടുവായൊക്കെ ഇട്ടിരിക്കുക. ഒരു ചെറിയ ഡേ ഇൻ മൈ വേദൂസ് ലൈഫ് ചെയ്യാമെന്ന് കരുതി. തെറ്റുകളൊക്കെ ക്ഷമിക്കണേ ഗൈസ്, ഞങ്ങളുടെ ആദ്യത്തെ വീഡിയോ ആണ് കേട്ടോ ഇത്. അതൊക്കെ കഴിഞ്ഞ് ഇച്ചിരി ദോശയുമായിട്ട് ഞങ്ങൾ ലോകം ചുറ്റി. അമ്മമാർക്കറിയാമല്ലോ ഈ രസകരമായ ഭഗീരഥ പ്രയത്നം. അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഋഷിക്കുട്ടൻ ട്യൂഷന് പോകുക. ഇന്ന് പുള്ളിക്കാരി നല്ല മൂഡിലാണ്, അതുകൊണ്ട് ചാച്ചയും ഉമ്മയും ഒക്കെ കൊടുത്തിട്ട് നിൽക്കുക. സാധാരണ കൂടെ പോകാനായിട്ട് കരയാറാണ് പതിവ്. അതൊക്കെ കഴിഞ്ഞ് പുള്ളിക്കാരി ഒരു ഫോണുമായിട്ട് നടക്കുകയാണ്, സെൽഫി എടുക്കലും. ഇന്നിപ്പോൾ അപ്പയുടെ ഫോട്ടോ എടുക്കുകയാണ് പുള്ളിക്കാരി. കുറച്ചു നേരം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു കുളിയൊക്കെ കഴിഞ്ഞു, ഇച്ചിരി കഞ്ഞിയൊക്കെ കുടിച്ചു. നമ്മുടെ അടുക്കളയിൽ ഒരു കള്ളൻ കയറി തേങ്ങ കട്ട് തിന്നുന്നത് കണ്ടോ ഗൈസ്? ഇച്ചിരി നേരം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കൊരു ശകലം വരിക്കച്ചക്ക കിട്ടി. പുള്ളിക്കാരിക്ക്, നമ്മുടെ വേദക്കുട്ടിക്ക് വരിക്കച്ചക്ക വലിയ ഇഷ്ടമാണ് കേട്ടോ. വരിക്കച്ചക്കയെന്നല്ല, ചക്കപ്പഴമൊക്കെ വലിയ ഇഷ്ടമാണ്. പിന്നീട് ഞങ്ങൾ അംഗൻവാടിയിൽ പൊടി വാങ്ങാനായിട്ട് പോകുകയാണ്. അതിലാണ് വേദക്കുട്ടി ഒരുങ്ങി ചുന്ദരിയായിട്ടൊക്കെ നിൽക്കുകയാണ്. അവിടെ ചെന്നപ്പോൾ പ്രതീക്ഷിച്ചതുപോലെ അല്ലായിരുന്നു. ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ ഉണ്ടായിരുന്നു. അവരോടൊപ്പം കുറച്ച് നേരമൊക്കെ അവൾ നിന്ന് കളിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. അവിടെ നിന്ന് വരാൻ നേരം ഞങ്ങൾക്ക് രാത്രിയൊക്കെ പറഞ്ഞിട്ട് നിൽക്കുമായിരുന്നു, അടുത്ത വർഷം ഞങ്ങളും പോകും. പിന്നെ അവിടെ നിന്ന് നമ്മൾ നേരെ ഋഷിക്കുട്ടനെ വിളിക്കാനായിട്ട് ട്യൂഷനിലേക്ക് പോകുകയാണ്. ട്യൂഷന് പോകുന്ന വഴിയിൽ ഒരു കുഞ്ഞു കാടൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ പറങ്കി മാങ്ങ കൂപ്പാണ്. പിന്നെ റോഡ് വഴിയും പോവാം, ഈ കാടിന് നടുവിലൂടെ ഒരു വഴിയും ഉണ്ട്. അങ്ങനെ നമ്മൾ ഋഷിക്കുട്ടൻ്റെ ട്യൂഷൻ വീട്ടിലെത്തി. ചേട്ടന്മാരൊക്കെ മിണ്ടാതിരുന്ന് പഠിക്കുകയായിരുന്നു. പിന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ അച്ചുക്കുട്ടൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ട്. അപ്പോൾ ഇവരൊക്കെ ഉണ്ടെങ്കിൽ വേദക്കുട്ടിക്ക് കുറുക്കും കഞ്ഞിയൊക്കെ കൊടുക്കാൻ ഇച്ചിരി എളുപ്പമാണ് കേട്ടോ. അങ്ങനെ ശകലം കഞ്ഞിയൊക്കെ കുടിച്ചു. അത് കഴിഞ്ഞ് വേദക്കുട്ടിയുടെ അച്ഛൻ ഓട്ടം പോവുകയാണ് കേട്ടോ, ഡ്രൈവറാണ്. അങ്ങനെ ഒരു ഓട്ടം വിളിച്ച് ഓട്ടം പോവുകയാണ്. പോകാൻ നേരം ടാറ്റ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന വേദയാണ് നമ്മൾ കാണുന്നത്. വണ്ടി അങ്ങ് പോകുന്നത് വരെയും പുള്ളിക്കാരി ഇവിടെ ടാറ്റയാണ്. അങ്ങനെ ഒരു ടാറ്റയൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരികെ പോകാറായില്ല. ഇവിടെ വണ്ടി അങ്ങ് പോയാലും ഇവിടെ ടാറ്റ നിൽക്കത്തില്ല. ടാറ്റയൊക്കെ കഴിഞ്ഞു. പിന്നെ നമ്മളൊരു കുളിയൊക്കെ കുളിച്ചു. എന്നിട്ട് വന്ന് ചേട്ടൻ്റെ ഷട്ടിൽ ബാറ്റുമൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. മുഖം ഷട്ടിൽ ബാറ്റിനകത്തൊക്കെ ആക്കി വെച്ചും കൊണ്ട് വരികയാണ്. അത് കഴിഞ്ഞ് അത് കളിക്കാൻ വേണ്ടി പന്തിട്ട് കൊടുക്കാനൊക്കെ പറയും, പക്ഷെ അവൾക്ക് പറ്റില്ലല്ലോ. എന്നാലും കുറച്ച് നേരം നിന്ന് കളിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ കുറച്ച് നേരം ചെറിയ ചെറിയ കളികളൊക്കെ കളിച്ചൊക്കെ നടന്നു. പിന്നെ എന്താ പറയുക, പിന്നെ അവൾ അകത്ത് കയറി കുറച്ച് നേരം ഇച്ചിരി ഡാൻസൊക്കെ കളിക്കുകയാണ്. കളിച്ചിട്ട് പിന്നീട് നമ്മുടെ വീടിനടുത്തുള്ളൊരു കുട്ടിയാണ് ആമിക്കുട്ടി. അവളെ വലിയ കാര്യമാണ് ആമി ചേച്ചി. അങ്ങനെ അവൾ വന്നു, അവളോടൊപ്പം കളിച്ചു. ഞാൻ ഫോട്ടോ എടുക്കുന്നത് കണ്ടപ്പോഴത്തേക്ക് അവൾക്ക് നാണമായി. ക്യാമറയ്ക്ക് നേരെ നോക്കാതെ നിൽക്കുകയാണ് പുള്ളിക്കാരി. പിന്നീട് അവൾ പോയി. അത് കഴിഞ്ഞ് ഞങ്ങൾ വിളക്കിൽ വെക്കാനായിട്ട് പൂ പറിക്കാൻ പോയപ്പോൾ വേദയും കൂടെ വന്നു. വേദ വന്ന് അവിടെ നിന്ന് കുഞ്ഞു കുഞ്ഞു പൂക്കളെല്ലാം നുള്ളി പറിച്ച് കളഞ്ഞു. പിന്നെ അവൾ പറിച്ച പൂവൊന്നും എനിക്ക് തന്നതൊന്നുമില്ല. അങ്ങനെയൊക്കെ നടന്നു. പിന്നെ വീഡിയോ കാണുന്ന എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഗൈസ്. പിന്നീട് നമ്മുടെ ഋഷിക്കുട്ടൻ വർക്കൊക്കെ എഴുതാൻ തുടങ്ങിയപ്പോൾ വേദക്കുട്ടി ശല്യപ്പെടുത്താനായിട്ട് പോയി തുടങ്ങി. അപ്പോൾ ഓക്കെ, ബൈ ബൈ.